നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യറാണ് ഇന്ന് നമ്മൾ കൂടെ ചേരുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടാം. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി എന്തൊക്കെയായിരിക്കും പദ്ധതികൾ ആവിഷ്കരിക്കുക? തൃക്കരിപ്പൂരിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി തുടരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയുണ്ട്. വളരെ ഏകാധിപത്യപരമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ്. എന്ത് വികസന പ്രവർത്തനം നടത്തിയില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും തങ്ങളെ തന്നെ വീണ്ടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊള്ളുമെന്നുള്ള ഒരു ധാരണയിൽ പാടെ അവഗണിക്കപ്പെട്ടൊരു പ്രദേശമാണ് തൃക്കരിപ്പൂർ. 2 മുഖ്യമന്ത്രിമാർ ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അതിൻ്റെ ഒരു പ്രിവിലേജും ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ റോഡുകളൊക്കെ ബോട്ടിൽ നെക്ക് റോഡുകളാണ്. ഇവിടുത്തെ ടൗണുകളെല്ലാം അറിയാം, നമ്മുടെ റെയിൽവേ ക്രോസിങ്ങുകളുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഹെവി ട്രാഫിക് കൺജക്ഷൻ ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോട്ടിൽ നെക്ക് അഴിക്കുക എന്നുള്ളതായിരിക്കും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഗതാഗത പ്രശ്നം അതിരൂക്ഷമാണ്. മറ്റൊന്ന് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പം തൃക്കരിപ്പൂരിൻ്റെ ഒരു ജിയോഗ്രഫി അത് കേരളത്തിൽ വളരെ സവിശേഷമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാക്കി മാറ്റുന്നുണ്ട്. അതിന് ഒരേപോലെ മലയോര മേഖലയും തീരദേശ മേഖലയും ഇടമേഖലയും ഉള്ള കേരളത്തിലെ അപൂർവം നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളം നേരിടുന്ന എല്ലാ സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങളും തൃക്കരിപ്പൂരിൽ നേരിടുന്നുണ്ട്. ഉദാഹരണത്തിന് മലയോര മേഖലയിലെ വന്യമൃഗശല്യ പ്രശ്നം, അതുപോലെ തന്നെ അവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷകർക്ക് വേണ്ടത്ര വില കിട്ടാത്ത പ്രശ്നം, അതുപോലെ തന്നെ അവിടുത്തെ ഗുരുതരമായിട്ടുള്ള യാത്രാ പ്രശ്നങ്ങൾ, അവിടെ നിന്നുള്ള പലായനം, ഇതെല്ലാം ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളെ വാല്യൂ ആഡ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അതായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എനിക്ക് നേരത്തെ ആ ഫീൽഡിൽ ഒരല്പം പ്രവർത്തിച്ചിട്ട ആളായതുകൊണ്ട്, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ച ആളായതുകൊണ്ടും ആ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. മറ്റൊന്ന് ഇവിടുത്തെ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ ചീമേനിയിൽ IT പാർക്ക് ഏതാണ്ട് 10 വർഷക്കാലം മുമ്പ് വിഭാവനം ചെയ്ത് തറക്കല്ലിട്ടതിന് ശേഷം ആ തറക്കല്ലിനപ്പുറം IT പാർക്കിലൊന്നും സംഭവിച്ചില്ല. ഒരു IT വ്യവസായം പോലും വന്നില്ല എന്ന് മാത്രമല്ല, ഇട്ട തറക്കല്ല് പൊളിഞ്ഞു വീണു, ഗേറ്റ് പൊളിഞ്ഞു വീണു. അവസാനം ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണ് അതിനൊരു ജനറൽ ഇൻഡസ്ട്രിയൽ പാർക്കായി കിൻഫ്രയ്ക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. അവിടെ ഒരു പ്രശ്നം, നമ്മൾ ജനറൽ ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നതിനെതിരല്ല, പക്ഷേ ഈ ജനറൽ ഇൻഡസ്ട്രിയൽ പാർക്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് അൺസ്കിൽഡ് ലേബേഴ്സാണ് ആവശ്യം വരുന്നത്. ഈ അൺസ്കിൽഡ് ലേബേഴ്സിന് ആവശ്യം വരുന്ന ഒരു പദ്ധതി ഈ ചീമേനിയിൽ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും തൃക്കരിപ്പൂരിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഒരു തൊഴിലും കിട്ടാൻ സാധ്യതയില്ല. അതെല്ലാം അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് സാധാരണ രീതിയിൽ കേരളത്തിലെ അൺസ്കിൽഡ് ലേബർ ചെയ്യുന്നത്. അപ്പം സ്കിൽഡ് ലേബർ അല്ലെങ്കിൽ നേരത്തെ വിഭാവനം ചെയ്യുന്ന IT പാർക്ക് അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആയിട്ടുള്ള യൂത്തിന് ഇവിടെ തന്നെ ജോലി കിട്ടാനും, ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലോ IT റിലേറ്റഡ് ജോബ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇനി വരുന്ന തലമുറയ്ക്കും വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നോളജി ഡ്രൈവൺ ആയിട്ടുള്ള അത്തരം വ്യവസായ സംരംഭങ്ങൾ ഇവിടെ വരണം. കാരണം ഇവിടെ നല്ല എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഉണ്ട്. മറ്റൊന്ന് ഇവിടുത്തെ തൃക്കരിപ്പൂർ ഒരു കായിക മേഖലയ്ക്ക് പാസ് ചെയ്യുന്നത് സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ പരിസരത്തൂടെയാണ്. യെസ്, തൃക്കരിപ്പൂർ ഒരു കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശമാണ്. അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ പ്രൊജക്ഷനപ്പുറം റിയലിസ്റ്റിക് ആയിട്ട് ഇവിടുത്തെ സ്പോർട്സിനെ, കായിക മേഖലയെ വളർത്തിയെടുക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് പരിശോധിക്കും. ഞാൻ മെസ്സിയെ കൊണ്ടുവരുമെന്നൊന്നും പറയുന്നില്ല, അത്തരം വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ ആവശ്യമുണ്ട്. അത് നല്ല നിലവാരത്തിൽ വേണം, അവിടെ നല്ല കോച്ചസ് വേണം. അത് മാത്രമല്ല, നമുക്ക് തൃക്കരിപ്പൂരിലെ കുട്ടികളുടെ ഇപ്പോൾ ഫുട്ബോൾ സ്കില്ലിൻ്റെ ഏറ്റവും നല്ല ഫുട്ബോൾ പ്ലേയേഴ്സ് ലെസറാണ്. അവരെ ഫുട്ബോൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നെ ഒരു ഇവിടുത്തെ ജനപ്രതിനിധിക്ക് തന്നെ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെയുള്ള ക്ലബ്ബുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇവരെ പുറത്തോട്ട് കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു വിഷൻ നമുക്കുണ്ട്. തീർച്ചയായിട്ടും തൃക്കരിപ്പൂരിന് സമഗ്രമായിട്ടൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊന്ന്, ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയോഗ്രഫിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊപ്പുറം അത് ഗുണകരമായിട്ട് നമുക്ക് അതിനെ മാറ്റാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ
എല്ലാ തരത്തിലുള്ള ടൂറിസം ഇൻഡസ്ട്രിക്കും പറ്റുന്ന മണ്ണ് കൂടിയാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. ഇവിടെ കായലുണ്ട്, ബാക്ക് വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ബീച്ചസ് ഉണ്ട്, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മലയോര മേഖലയുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭൂപ്രകൃതിൻ്റെ ഒരു ടെറൈൻ ഉണ്ട്. അതിനെ നമുക്ക് നല്ല രീതിയിൽ ടൂറിസം ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും, നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ആ രീതിയിലുള്ളൊരു സമഗ്രമായിട്ടുള്ള മാസ്റ്റർ പ്ലാനോടുകൂടി തൃക്കരിപ്പൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്നൊരു മാസ്റ്റർ പ്ലാനോടുകൂടി UDF വരും. UDF ഇവിടെ വിജയിക്കും. സിന്തറ്റിക് സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഓൾറെഡി ഒരു നേരത്തെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഒരു ഉപയോഗശൂന്യമായി കിടക്കുന്നെന്ന് പറയാം. ഇപ്പോൾ കളിക്കളം പോലും ഇത്രയും കായിക താരങ്ങളുള്ള തൃക്കരിപ്പൂരിൽ ഒരു അപര്യാപ്തത തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും ഇനി ചെയ്യാനുണ്ടാവുക? ഓൾറെഡി വലിയ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് ദൗർഭാഗ്യകരമാണ്. അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ അഭാവമാണ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് അതുമായി ബന്ധപ്പെടുത്തി എങ്ങനെ ഒരു സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്, ആ രീതിയിൽ അത്ലറ്റിക്സിൻ്റെ ഒരു സ്കൂള്, അതുപോലെ തന്നെ ഒരു കോച്ചിങ് സെൻറ്റർ എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴിക്ക് എങ്ങനെ പുറത്തുള്ള നമ്മുടെ കായിക സംഘടനകളാണെങ്കിലും അതിന് പുറത്തുള്ള ക്ലബ്ബുകളാണെങ്കിലും അവരുമായിട്ടൊക്കെ സഹകരിച്ച് എങ്ങനെ നമ്മുടെ തൃക്കരിപ്പൂരിൽ യൂത്തിന് അത് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കേണ്ടതാണ്. ഇവിടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊട്ടിഘോഷിച്ച് തുടങ്ങുകയും എന്നാൽ അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ട് സംഗതിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിഷൻ ഇല്ലാത്ത ഒരു ലീഡർഷിപ്പ് ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കായിക മേഖലയുടെ അഭിരുചി ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ എനിക്ക് പേഴ്സണലി ഫുട്ബോൾ വലിയ ഇഷ്ടമുള്ള ആളാണ്. ഞാൻ അത്ലറ്റിക്സ് ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് കായിക വിനോദങ്ങളാണെങ്കിലും ഫോളോ ചെയ്യുന്നയാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്കതിനോട് വലിയ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒരു ഇന്നത്തെ ലഹരി മരുന്നിൻ്റെയൊക്കെ ഒരു ഉപയോഗത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഏറ്റവും അതിനുള്ളൊരു മറുമരുന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കായിക മേഖലയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിന് സ്വാഭാവികമായിട്ടും അതിന് നല്ല രീതിയിലുള്ള പ്രയോറിറ്റി കൊടുക്കും. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ, അഞ്ചത്തിമാർക്കൊക്കെ കായിക പരിശീലനം നടത്താനുള്ള ഒരു മികച്ച സംവിധാനം ഇവിടെ ഉണ്ടാകും. നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ബാങ്ക് ഇല്ല, അതുപോലെ പിന്നെ സ്റ്റാഫ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർ ആശ്രയിക്കുന്നത് ഗവൺമെൻറ് ആശുപത്രികളെയാണ്. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്ന ഒരു കാലത്ത് കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു മേഖലയായിരുന്നു. ഇന്ന് കേരളത്തിൽ സമ്പൂർണ്ണമായിട്ടും ആ ഒരു മേഖലയുടെ തകർച്ചയാണ് കാണുന്നത്. അതിൻ്റെ മാത്രമല്ല, കാസർഗോഡ് ജില്ലയെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ പാടെ അവഗണിച്ച് കിട്ടുന്ന 10 വർഷമാണ് കടന്നുപോയത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നപ്പോഴാണ് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കപ്പെട്ടത്. എന്നാൽ ആ മെഡിക്കൽ കോളേജ് പൂർത്തീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ട് അവിടെ സൗകര്യങ്ങൾ ഒരുക്കാനോ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ കഴിയാതെ പോയൊരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതും പുതിയ ജനവിധി തേടുന്നതും. ഈ കാസർഗോഡിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യ രംഗത്തെ പിന്നോക്കാവസ്ഥ, മംഗലാപുരത്തേക്ക് രോഗികളെ കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യം ഒക്കെ തൃക്കരിപ്പൂരിനെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. തൃക്കരിപ്പൂരിലെ താലൂക്ക് ആശുപത്രി രാത്രി കിടത്തി ചികിത്സയില്ല.
അവിടെ സ്റ്റാഫ് പാറ്റേണിൻ്റെ പ്രശ്നം പറഞ്ഞു, അതുപോലെ തന്നെ അവിടെ ബ്ലഡ് ബാങ്ക് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പാവപ്പെട്ട, പ്രത്യേകിച്ച് മലയോര മേഖലയിലും ഈ തീരദേശ മേഖലയിലും ഒക്കെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് ആശാകേന്ദ്രമാകേണ്ട ഒരു ആതുരാലയം ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ അതിനെ പുനരുദ്ധരിക്കുക, അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, ഒരു MLA എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും. കാരണം സാധാരണക്കാരുടെ ചികിത്സാ സംവിധാനം, ഇപ്പം വലിയ വലിയ ആളുകൾക്ക് ചികിത്സയ്ക്ക് പോകാൻ അമേരിക്കയിലേക്ക് പോകാം, അവർക്കുള്ള സംവിധാനമുണ്ട്. അവർ വലിയ ആളുകളാണ്, അവർ അവിടെ പോയി ചികിത്സിക്കട്ടെ. പക്ഷേ പാവപ്പെട്ടവരെന്ത് ചെയ്യണം? തൃക്കരിപ്പൂരിലെ സാധാരണക്കാരെന്ത് ചെയ്യണം? അവർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാനുള്ള കഴിവില്ലല്ലോ, പാങ്ങില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇവിടെ നല്ല ചികിത്സാ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. സർക്കാർ ആ ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ വയറ്റിൽ കത്രിക തുന്നിക്കെട്ടി വിടുന്ന സാഹചര്യമാണുള്ളത്. വളരെ ഭീതിയോട് കൂടിയിട്ടാണ് ജനങ്ങൾ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. ഇങ്ങനെ ഈ പരിതാപകരമായ ഈ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തള്ളിവിട്ടതിൻ്റെ പ്രഥമ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ സർക്കാർ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതിൽ നമുക്ക് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ കിട്ടാൻ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉണ്ടായിരുന്നു. ആ കാരുണ്യ ബെനവലന്റ് ഫണ്ടുള്ള സമയത്ത് നാട്ടിൽ പാവപ്പെട്ടവനൊരു ഹൃദ്രോഗം വന്നാൽ, ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വന്നാൽ, ഗുരുതരമായിട്ട് അസുഖം ബാധിച്ചാൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടാൽ അരപ്പായ കടലാസിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയുടെ പുറകിൽ തന്നെ ചികിത്സയ്ക്ക് വേണ്ട പണം പാസ്സാക്കി കൊടുത്തിരുന്ന മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആലോചിക്കുക, ഇന്ന് ആ പദ്ധതിയില്ല. ഇന്ന് പാവപ്പെട്ടവന് നാട്ടിലൊരാൾക്ക് ചികിത്സ വേണമെങ്കിൽ നാട്ടിൽ പഞ്ചായത്ത് മെമ്പറും MLAയും എല്ലാം ചേർന്ന് കമ്മിറ്റി ഉണ്ടാക്കി നാട്ടിൽ നിന്ന് പണം പിരിച്ച്, കുട്ടികളുടെ കുടുക്കയടക്കം പൊട്ടിച്ച് ആ പണം പിരിച്ച് കമ്മിറ്റി ഉണ്ടാക്കി ചികിത്സിക്കേണ്ട, അതായത് വാസ്തവത്തിൽ പിച്ചയെടുത്ത് ചികിത്സിക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിൽ മുഴുവനുള്ളത്. അത് തന്നെയാണ് തൃക്കരിപ്പൂരിലെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ആൾ, ഇപ്പോൾ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അത് തന്നെയാണല്ലോ. 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുമായിട്ടാണ് UDF വരുന്നത്. ഒരാൾക്കും ആരോഗ്യ ചികിത്സാ രംഗത്ത്, ഒരു കുടുംബത്തിനും അത്തരം ഒരു പ്രയാസം ഇനി അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ടാണ് വരുന്നത്. ഇപ്പം നേരത്തെ ഞാൻ മുമ്പ് പോയത്, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരികയാണ്, ഉത്സവം നടക്കണം അവിടെ. അവിടെ കണ്ടൊരമ്മ പറഞ്ഞത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതേ കോൺഗ്രസ് ആണ്. UPA സർക്കാർ അധികാരത്തിരിക്കുമ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ്. അതിൻ്റെ ഗളച്ഛേദം നടത്തിയത് കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്ത ആ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്താനും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് പദ്ധതികളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഇടപെടൽ നടത്താൻ സാധിക്കും. തൊഴിലുറപ്പ് പദ്ധതിയെയും കാർഷിക മേഖലയും ലിങ്ക് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് റബ്ബർ കൃഷിയെ ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ ആ വിഷയങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തും. നമുക്ക് മലയോരവും തീരദേശവും ഉൾപ്പെടെ ടൂറിസം വൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ സ്ഥലങ്ങൾ. അത്തരം സാധ്യതയെക്കുറിച്ച്, ടൂറിസം സാധ്യതയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. ഈ തൃക്കരിപ്പൂരിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു ബീച്ച് സൈഡുമാണ്, അതോടൊപ്പം തന്നെ മലയോര മേഖലയാണ്. കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതിയുടെ എല്ലാ തനിമയും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആനുകൂല്യമാണ് വാസ്തവത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്. പക്ഷേ വാസ്തവത്തിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇത് രണ്ടും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ടൂറിസം ഹബ്ബാക്കി നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ നമ്മുടെ ബാക്ക് വാട്ടർ, അതേപോലെ തന്നെ ബീച്ചസ്, ഇവിടെയെല്ലാം നമുക്ക് പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഒരു പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. ചില നിയമ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ബീച്ച് ഏരിയയിലെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം സഞ്ചാരം ചെയ്യുന്ന, അദ്ദേഹവുമായിട്ട് വലിയ അടുപ്പം. ഒരിക്കലും അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത്, പങ്കുവച്ചൊരു ആശയം എന്ന് പറയുന്നത്, ഞങ്ങൾ വ്യക്തിപരമായ സംഭാഷണം പങ്കുവച്ച്, നമുക്ക് എന്തുകൊണ്ട് ഒരു പെർമനൻറ്റ് കൺസ്ട്രക്ഷന് പകരം ടെൻറ്റ് ഹൗസ് പോലെയുള്ള ടൂറിസം പ്രൊജക്റ്റുകളിലേക്ക് നീങ്ങുക. ഇപ്പോൾ ലോകമാസകലം വലിയ പ്രാധാന്യം കിട്ടുന്നതാണ് ടെൻറ്റ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ടെൻറ്റ് ടൂറിസത്തിന് നമുക്ക് ഇവിടെ സ്ഥലങ്ങളുണ്ട്. ഇഷ്ടംപോലെ ആളുകൾക്ക് നമ്മുടെ ബാക്ക് വാട്ടറിൻ്റെ കായലുകളുടെ സമീപത്തും അതൊരു ബീച്ച് സൈഡിലുമൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്. അവിടെയൊക്കെ നമുക്കത് പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അത്ര വലിയ ചിലവ് വരുന്നില്ല. അതുപോലെ തന്നെ ഹോം സ്റ്റേസ്, അത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട്, ഇവിടുത്തെ പബ്ലിക്കിനെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള
ഒരു ടൂറിസം കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം മലയോര മേഖലയിലും നമുക്ക് ധാരാളം സാധ്യതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കബഡി ഉൾപ്പെടെയുള്ള കായിക മേഖല, അതുപോലെ തന്നെ കളരി ഉൾപ്പെടെയുള്ള ഈ വടക്കൻ മലബാറിൻ്റെ കളരി, ആ കളരിയെ വാസ്തവത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ നോക്കൂ, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള യോഗയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടി. പക്ഷേ ലോക മാർഷൽ ആർട്സിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നത് കളരിയാണ്. ആ കളരിയെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ കളരിയെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കളരി ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കളരി പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്ന സാഹചര്യമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ വരുന്നില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ ഇപ്പോൾ യൂറോപ്പ് ഈ കുങ്ഫു കരാട്ടയോ പഠിക്കാൻ ജപ്പാനിലേക്കോ ചൈനയിലേക്കോ പോകുന്നതിൻ്റെ 10,000 അംശം പോലും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് കളരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ വടക്കൻ മലബാറിൽ ആലോചിച്ചുകൂടാ എന്നാണ് എൻ്റെ ചിന്തയാണ്. അതുപോലെ തന്നെ ബീച്ചുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കതിനെ PPP മോഡലിൽ ഏറ്റെടുത്തുകൊണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ ബീച്ചസിനെ ഡെവലപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ഈ വടക്കൻ മലബാറിലെ പ്രയാസം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ താമസിക്കാൻ പറ്റുന്ന വലിയ ഹോട്ടൽസിൻ്റെ ഒരു അഭാവമുണ്ട്. വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അപ്പം അതിനെല്ലാം കുറിച്ച് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് സ്വകാര്യ അതുപോലെ തന്നെ പിന്നെ പൊതുജനങ്ങളുടെയും കൂടിയും സഹകരണത്തോടു കൂടിയിട്ടുള്ള ഒരു ടൂറിസം പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. സന്ദീപ് വാര്യർ എന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. സാറിപ്പോൾ ഒരാളടുത്ത് പറയുന്നുണ്ട് സന്ദീപ് വാര്യർ എന്ന് പറയുമ്പോൾ അറിയാം, മനസ്സിലായി എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പുതുതായിട്ട് ഇവിടെ വരുന്ന ഒരാളായിട്ട് അവർക്കും തോന്നുന്നില്ല, അതുപോലെ താങ്കൾക്കും തോന്നുന്നില്ല. അതിനോടുള്ള അഭിപ്രായം? അല്ല, അത് താങ്ക്സ് ടു ദ മീഡിയ. ബിക്കോസ് ഞാൻ എല്ലാ ദിവസവും അവരെ വീട്ടിൽ എത്തുന്ന ഒരാളാണ്, അവരുടെ സ്വീകരണ മുറിയിൽ എല്ലാ ദിവസവും എത്തുന്ന ആളാണ്. അപ്പോൾ അവർക്കൊരു ഒട്ടും അപരിചിത്വം എന്നോടുമായി തോന്നേണ്ട കാര്യമില്ല. ഞാൻ എല്ലാ ദിവസവും അവർക്കിടയിലുള്ള ഒരാളാണ്. കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവർക്ക് എൻ്റെ മുഖം അറിയാം, അവർക്ക് എന്നെക്കുറിച്ച് അറിയാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളമായിട്ട് ഇടപെടുന്ന ആളായതുകൊണ്ട് എൻ്റെ പൊളിറ്റിക്കൽ വ്യൂ അറിയാം, ഞാൻ ഓരോ വിഷയങ്ങളെടുക്കുന്ന നിലപാടുകൾ അറിയാം. അത് സംബന്ധിച്ച് ഒരു ആശങ്കയോ ഒരു ആശയക്കുഴപ്പമോ അവർക്കിടയിലില്ല. അത് എത്ര തന്നെ എതിരാളികൾ പറഞ്ഞു വരുത്താൻ ശ്രമിച്ചാലും ഞാൻ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചൊരു ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 100% അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. തീർച്ചയായിട്ടും അവർക്ക് എന്നെ കാണുമ്പോൾ സന്തോഷമുണ്ട്. അവർ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ അവരെന്നെ കാണുന്നുണ്ട്. അതിൻ്റെ ആനുകൂല്യം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ കിട്ടും. അതുപോലെ തന്നെ ഈ തൃക്കരിപ്പൂർ നിവാസികളുടെ ഏറ്റവും ശക്തമായ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈ ഓവറാണ്, പിരിച്ചുവിടും. അപ്പോൾ അതിലിനി എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരുപാട് നിരന്തരമായിട്ട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അതുവരെ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അത്തരം വിഷയങ്ങളിൽ അതിൻ്റെ ടെക്നിക്കൽ റീസൺ എന്താണ്, ഇപ്പം ഒരു പ്രൊജക്റ്റ് ഹോൾട്ടായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഇഷ്യൂ എന്താണ്, അതിന് ടെക്നിക്കൽ റീസൺ എന്താ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം പണം നീക്കി വെച്ചിട്ടും ലാൻഡ് അക്വിസിഷൻ നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അതെല്ലാം അതിൻ്റെ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് അത് ഡിസ്കസ് ചെയ്ത്, അതായത് ഗവൺമെൻറ് തലത്തിലും ഈ ലാൻഡ് വിട്ടുകൊടുക്കേണ്ട ഭൂവുടമകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു ടേബിളിലിരുത്തിക്കൊണ്ട് ഒരു ഏതാനും മണിക്കൂറുകൾക്കകം പരിഹരിക്കാൻ കഴിയുന്നൊരു ഇഷ്യൂ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞ് നമുക്ക് ഈ തൃക്കരിപ്പൂരിലെ റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. മറ്റ് വിഷയങ്ങൾ ഇപ്പം പല സമരങ്ങളും കാര്യങ്ങളൊക്കെ പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ കേസിൻ്റെയും മെറിറ്റിൽ പോയിക്കൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമവും നടത്താൻ നമുക്ക് സാധിക്കും.
അതുപോലെ സന്ദീപ് വാര്യരുടെ സ്ഥലം ശരിക്കും പാലക്കാടാണ്. അവിടെ നിന്ന് തൃക്കരിപ്പൂരേക്ക് വരുമ്പോൾ മിസ് ചെയ്യുന്നത് ഫാമിലിയാണ്. അപ്പോൾ അതിനോട് എങ്ങനെയാണ്, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, ആക്ച്വലി ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്നതിന് ശേഷം സംസ്ഥാന തലത്തിൽ മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ ഞാൻ വളരെ കുറവായിട്ട് മാത്രം ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം മാത്രം ഉണ്ടാകുന്ന ഒരാളാണ്. പലപ്പോഴും 2 ആഴ്ചയും ചിലപ്പോൾ 1 മാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെയും എനിക്ക് അവരെയും അങ്ങനെ മിസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പം കമ്മ്യൂണിക്കേഷനൊക്കെ ഒരുപാട് പുരോഗമിച്ചൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഗൾഫിലുള്ള ആളുകൾക്ക് പോലും നാട്ടിലെ ആരെയും മിസ് ചെയ്യുന്നൊരു സാഹചര്യമല്ല ഉള്ളത്. അപ്പോൾ ഞാനത് എനിക്ക് അവരെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് അതിശയോക്തിപരമായിരിക്കും. അത്തരത്തിലുള്ള മിസ്സിങ് ഒന്നുമില്ല. അവർ വളരെ ആക്റ്റീവാണ്. അവരിവിടെ പ്രചരണത്തിന് വരാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇവിടെ പ്രചരണത്തിന് വരും. മാത്രമല്ല അവർ മാനസികമായി തയ്യാറാക്കി കഴിഞ്ഞു തൃക്കരിപ്പൂരുകാരായി മാറാൻ വേണ്ടിയിട്ട്. തിരക്കുള്ള ഷെഡ്യൂളാണെന്ന് അറിയാം, എങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ താങ്കളെ പോലുള്ള ഒരാൾ ഇവിടെ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്തായാലും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. എന്തായാലും തൃക്കരിപ്പൂരിലെ വോട്ടർമാരിലേക്ക് എൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ ഒരു അവസരം നൽകിയതിന് നിങ്ങളോടുള്ള നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം, നമ്മൾ വീണ്ടും കാണും. കാരണം തൃക്കരിപ്പൂരുമായി ബന്ധപ്പെട്ട ഭാവി എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സഹകരണം എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. തൃക്കരിപ്പൂരിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.